കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ താൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഭഗവത് നാമത്തിലായിരിക്കണം കുടുംബം പടുത്തുയർത്തേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യയുടെ ധർമ്മവും ഭർത്താവിൻ്റെ ധർമ്മവും അച്ഛന് മക്കളോടുള്ള മക്കൾക്ക് അച്ഛനോടും ധർമ്മമുണ്ട്. അങ്ങോട്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ധർമ്മമാണ്. കാരണം നമ്മൾ ഈ ഭാരതത്തിലാണ് ജനിക്കുന്നത്. ഇത് ധർമ്മക്ഷേത്രമാണ്. അപ്പോൾ ഈ ധർമ്മക്ഷേത്രത്തിൽ ധർമ്മം പരിപാലിക്കുക. അച്ഛൻ്റെ മനസ്സിലെന്താണോ ഉള്ളത് അത് പറയാണ്ട് മനസ്സിലാക്കേണ്ടവരാണ് മക്കൾ. മക്കളുടെ മനസ്സിലെന്താണോ അത് പറയാതെ അച്ഛനും അമ്മയും മനസ്സിലാക്കും. അപ്പോൾ അതുപോലെ മക്കൾക്കും അതേ ധർമ്മമുണ്ട്. അത് മനസ്സിലാക്കി തരുന്നതാണ്. നമ്മളൊന്ന് അയോധ്യയിലേക്ക് തിരിഞ്ഞാൽ ദശരഥ മഹാചക്രവർത്തി ഒരു ദിവസം നായാട്ടിനായിട്ട് ഇറങ്ങുന്നു. കാട്ടിൽ ചെന്ന് ഒരു നദിയുടെ തീരത്ത് ചെന്നപ്പോഴത്തേക്ക് ദാഹം, ജലം കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ ജലം എടുത്തപ്പോൾ കുറച്ചകലെയായിട്ട് ആന ജലം സ്വീകരിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഈ തുമ്പിക്കൈയിൽ ജലം എടുക്കുമ്പോൾ അതിനൊരു ശബ്ദം വരും. ആ ശബ്ദം കേട്ടപ്പോൾ ആന അടുത്ത് നിന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു ശരം എടുത്തിട്ട് അന്നും ഇന്നും ലോകത്താർക്കും അറിഞ്ഞുകൂടാതെ 2 പേർക്കേ ഇത് അറിയാവുള്ളൂ. ശബ്ദഭേദി ബാണം എന്ന് പറയുന്നൊരു ബാണമുണ്ട്. ആ ബാണം പ്രയോഗിച്ചു. അത് പ്രയോഗിച്ചാൽ എവിടുന്ന് ശബ്ദം കേട്ടോ അതിനെ ഇല്ലായ്മ ചെയ്യും. ആ രീതിയിലാണ് ആ ശബ്ദത്തിൻ്റെ ശരത്തിൻ്റെ പോക്ക്. ശബ്ദത്തിനെ മാറ്റുന്ന ശബ്ദഭേദി ബാൺ പ്രയോഗിക്കുകയും ഉടനെ തന്നെ അധോസ്മികം എന്ന് ഒരു മനുഷ്യ ശബ്ദം. ആന എങ്ങനെയാണ് മനുഷ്യ ശബ്ദം പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഓടി ചെന്നപ്പോഴത്തേക്ക് ഒരു മുനികുമാരന് ബാണമേറ്റ് കിടക്കുക. ഉടനെ എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി, അയ്യോ എന്ത് പറ്റി, എന്താ കുഞ്ഞ്, ഇതെങ്ങനെയെന്ന്. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും കൂടെ കൊണ്ടുവരികയായിരുന്നു. അവർ കുറച്ച് അകലെയായിട്ട് ഇരിപ്പുണ്ട്. അവർക്ക് ജലം വേണം, ദാഹജലം വേണമെന്ന് പറഞ്ഞാൽ ദാഹജലം എടുക്കാനായിട്ട് ഞാൻ കുടവും കൊണ്ടുവന്ന് കുടത്തിലോട്ട് മുക്കിയപ്പോഴാണ് എനിക്ക് അമ്പേറ്റത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ദശരഥൻ പറഞ്ഞു, അയ്യോ ഞാൻ പിന്നെ ആന എന്ന് സങ്കല്പിച്ചു. ഈ ശബ്ദം കേട്ടപ്പോൾ ആന തുമ്പിക്കൈയിൽ ജലം നിറയ്ക്കുന്നു എന്ന് വച്ചിട്ട് അമ്പ് ചെയ്തതാണ്, അതാണ് നിനക്കേറ്റത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുനികുമാരന് കാര്യം മനസ്സിലായി എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് പ്രാണവേദന കൊണ്ട് സഹിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങേയും ബാണം മാറ്റിയാലേ എനിക്ക് ജീവൻ വിടാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനിതാ കുറച്ച് അവർക്ക് ഈ ജലം കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അതെന്ത് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും അവർ 2 പേരും വയസ്സായപ്പോഴത്തേക്ക് അവർക്ക് കാശിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരെയും കൊണ്ട് ഞാൻ കാശിയിലേക്ക് വരുന്ന വഴിയാണ്. പക്ഷേ അവർക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ 2 പേരും അന്ധരാ, കണ്ണ് കണ്ടുകൂടാ. പക്ഷേ അവരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു. ഇതാണ് രാമായണത്തിലെ ശ്രവൺകുമാർ തരുന്ന ഒരു സന്ദേശം. ഇന്നത്തെ കാലത്താണെങ്കിലോ കണ്ണൊന്ന് കണ്ടോടെ വീട്ടിലുണ്ടെങ്കിൽ ഇരിക്കാൻ പറയും അല്ലേ. ഇതങ്ങനെയല്ല. അമ്മയും അച്ഛനെയും അവരുടെ ആഗ്രഹം കേട്ടപ്പോഴത്തേക്ക് 2 പേരും അന്ധരാ. അവർ 2 പേരെയും കൂടെ അദ്ദേഹം കൊണ്ടുവന്ന് അപ്പോൾ ആ ദാഹജലം കൊടുക്കാനായിട്ട് വന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ ഇത് പറഞ്ഞു. ദശരഥൻ്റെ മടിയിൽ കിടന്ന് തന്നെയാണ് ആ ശ്രവൺകുമാർ ജീവൻ വെടിയുന്നത്. ഇദ്ദേഹം ഈ ജലവും എടുത്ത് നേരെ അച്ഛൻ്റെ അമ്മയുടെ എത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെപ്പോഴേ കാത്തിരിക്കുന്നു, എൻ്റെ മകനെ ഓടിവാ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അമ്മ പറയണം, മക്കളെ നീ എന്തേ ഇത്ര താമസിച്ചേ എന്ന് കേട്ടപ്പോഴാണ് കരയുന്നു. നീ കരയണ എന്തിനാ? അയ്യോ ഞാൻ മകനല്ല നിങ്ങളുടെ, പിന്നെ ആരാണ്? ഞാനിവിടുത്തെ രാജാവ് ദശരഥനാ. നിങ്ങളെന്താ ഇവിടെ വന്നെത്തിയത്? എൻ്റെ മകനാണല്ലോ ഇപ്പോൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നടന്ന സംഭവം മുഴുവൻ വിവരിച്ചു കൊടുത്തപ്പോൾ അവർ 2 പേരും പറഞ്ഞു, ഇത് ഞങ്ങളുടെ വിധിഫലം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനൊരു ദുർഗതി വന്നു ചാടി. പക്ഷേ എന്താണ്, ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നിന്നെ ഈ പറയുമാതിരി നീ ജലവും കൊണ്ടാണ് വന്നത്. അതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ജലവും കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ ജലം തരുന്ന ആളിനെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല, നിന്നെ ശപിക്കുന്നില്ല. പക്ഷേ ഈ വിധിയുടെ ഫലം നീ അനുഭവിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾ ഉത്തര വിരഹത്താലാണ്
മരണത്തിലേക്ക് പോകുന്നത്. നീയും അതുപോലെ അവസാന സമയത്ത് നിനക്കും പുത്രനെ ഇതുപോലെ വേർപിരിയേണ്ടതായിട്ട് വരും. അത് ശാപമല്ല, നിൻ്റെ വിധി. അത് ഞങ്ങളിപ്പോൾ കണ്ടു, ഞങ്ങളത് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു ആ മകൻ്റെ മൃതദേഹത്തിനടുത്ത് ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടാ, എന്നിട്ട് അവൻ്റെ ശവസംസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞ് ആ പറഞ്ഞ പോലെ ചെയ്യുകയും ഇവരും രണ്ടുപേരും ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുകയും 3 പേരും വീരസ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് ദശരഥൻ കാണുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ അറിയുന്നത് ഒന്ന്, മഹാധർമ്മം, പുത്രധർമ്മം അനുഷ്ഠിച്ചതായിട്ടുള്ള ശ്രവൺകുമാർ. പിന്നെ ഈ പറയുമാതിരി അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു മഹത്വം നോക്കുക. പുത്രൻ ഇത്രയും മറ്റ് രാജാവായതുകൊണ്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് അത് ശ്രാവൺകുമാർ പറഞ്ഞു കൊടുക്കും, അച്ഛനെയും അമ്മയും ദേഷ്യപ്പെടുത്തരുത്, കാരണം ദേഷ്യം വന്ന് അവർ ശപിച്ചാൽ നിങ്ങൾ കത്തിപ്പോകുന്ന. കാരണം മുനിശ്രേഷ്ഠം അത്രയൊക്കെ പവർ നമുക്കറിയില്ല, അവരുടെയൊക്കെ ഒരു മന്ത്രശക്തിയുടെ ഭാവം. അപ്പോൾ ആ രാമനാമത്തിൻ്റെ ശക്തിയാണ് അവരിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്ത് കോപമുണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ രാജൻ നിങ്ങൾ ചിലപ്പോൾ കത്തിപ്പോവും. അതുകൊണ്ട് കോപം വരുത്താതെ വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഈ മന്ത്രങ്ങൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാഭക്തിയോടുകൂടി രാമനാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാവത്തിൽ, നമുക്ക് ഈ ഒരു സങ്കല്പത്തിൽ ശ്രവൺകുമാറിൻ്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അച്ഛനെയും അമ്മയും പറഞ്ഞത് അനുസരിക്കുക. അവർ പറയാണ്ട് കേൾക്കുന്നതാണ് പുത്രധർമ്മം. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അത് വേറെ അർത്ഥത്തിലാണ് പറയണത്. അതും പറഞ്ഞിട്ട് അത് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗവതത്തിൽ പറയും, പിതാവിൻ്റെ വിസർജ്യങ്ങൾക്ക് തുല്യമാണ് അങ്ങനെയുള്ള മക്കൾ. അപ്പം അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ അമ്മയും അച്ഛനെയും സംരക്ഷിക്കുക. മാതാ പിതാ ഗുരു അവരാണ് നമുക്ക് ദൈവങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നത്. അത് പ്രവർത്തിക്കുക, അത് മനസ്സിലാക്കി ജീവിക്കുക, ഇതാണ് മനുഷ്യരുടെ ജീവിതധർമ്മം എന്ന് രാമായണത്തിലെ ഈ ഒരു കഥ നമുക്ക് വഴികാട്ടുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക, അതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുകൊണ്ട് നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ ഈ പറയുന്ന പോലെ വന്നാലും അതൊക്കെ അനുഗ്രഹമായിട്ട് തന്നെ മാറും. അതറിഞ്ഞ് ഈശ്വരനാമങ്ങളല്ലാണ്ട് ഈ ലോകത്ത് നമുക്ക് സംരക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. കലോ സങ്കീർത്തനം.